ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മുളകിട്ട വറ്റക്കറിയാണ്. 1 കിലോ വറ്റയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില എന്നിവയാണ്. നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ആവശ്യത്തിനുള്ള പുളി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുളി പെട്ടെന്ന് ഇറങ്ങി കിട്ടാനായിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്ന് പറയുന്നത് ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, വറ്റൽമുളക്, കടുക്, ഉലുവ എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ മീൻ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയുടെ കളറ് ഒരു ലൈറ്റ് കളർ ആവുന്ന വരെ നമ്മൾ വഴറ്റണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. മല്ലിപ്പൊടി ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു മസാലയുടെ മണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കറിക്ക് എത്ര അളവിലാണോ വെള്ളം വേണ്ടത് ആ അളവിനനുസരിച്ചുള്ള വെള്ളം കുറേശ്ശെയായിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ രീതിയിൽ ഒഴിച്ചൊഴിച്ച് വഴറ്റി വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ളച്ചുവ വരും. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയാക്കി എടുക്കുക. ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഓർക്കും ഞാനാണ് ഈ മീൻകറി വെക്കുന്നതെന്ന്. പക്ഷെ ഞാനല്ല വെക്കുന്നത്, അമ്മയാണ് വെക്കുന്നത്. അപ്പോൾ അമ്മ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ടൈം ഞാൻ വെച്ച് നോക്കാം. നമുക്ക് കഴിക്കാനല്ലേ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. നമ്മളിങ്ങനെയൊക്കെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ഗ്രേവി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ കഷ്ണങ്ങളും മസാലയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. കാരണം എല്ലാ കഷ്ണത്തിലും മസാല നല്ലോണം പിടിക്കണം, ഉപ്പും മുളകും എല്ലാം പിടിക്കണം. അപ്പം നല്ലോണം അതിലേക്ക് എല്ലാ കഷ്ണങ്ങളിലേക്ക് മസാല ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക.
കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുക. പക്ഷേ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ആ മസാല സ്പൂണിലേക്ക് എടുത്തിട്ട് ആ സ്പൂണിൻ്റെ അകത്തോട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് കറിയിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളച്ചോവ വരും. അതുകൊണ്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ആ മസാലയിലേക്ക് ചേർത്ത് വേണം നമ്മൾ കൊടുക്കാൻ. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചിട്ട് കറി നല്ലോണം വേവിച്ചെടുക്കുക. അതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത്, മീനൊക്കെ പൊടിഞ്ഞു പോവും. നമ്മൾ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ചട്ടി ഒന്ന് അനക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ, സ്പൂണിട്ട് ഇളക്കരുത്. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള വറ്റക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയായിട്ട് നമ്മുടെ വറ്റക്കറി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് പോയി കഴിച്ച് നോക്കട്ടെ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.